ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഇറ ഓഫ് എക്സ്ചേഞ്ചസ് പാർട്ട് 1 ആണ് കേട്ടോ. യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പം അതുപോലെ നമുക്ക് കാണാം മാർക്കോ പോളോയുടെ ഒരു യാത്രാ വിവരണത്തിലെ കുറച്ചൊരു കോഡ്സ് നമുക്ക് കാണാം. ഓക്കെ, അത് എന്തൊക്കെയാണ്, നമുക്ക് ആ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, എങ്ങനെയൊക്കെയാണ് എക്സ്ചേഞ്ചസ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്ലോസ് ഐഡിയ നമുക്ക് അതിലൂടെ കിട്ടുന്നതാണ്. He is describing the merchant guilds of the medieval period. As these groups were predominantly trading with East and West, they had to travel adventurously through the dangerous trade routes. എന്തൊക്കെയാണ് ട്രേഡ് റൂട്ട്സ് നോക്കാം. Two major trade routes ഏതൊക്കെയാണ്? സിൽക്ക് റൂട്ട് ആൻഡ് സ്പൈസ് റൂട്ടാണ്. ദീസ് റൂട്ട് എക്സ്റ്റെൻഡഡ് ഫ്രം ഈസ്റ്റേൺ ചൈന ടു വെസ്റ്റേൺ യൂറോപ്പ്. ഈസ്റ്റേൺ ചൈന മുതൽ വെസ്റ്റേൺ യൂറോപ്പ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. ദീസ് ട്രേഡ് റൂട്ട്സ് വിച്ച് കണക്ട് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് വെർ നോൺ ആസ് സിൽക്ക് റൂട്ട് ആൻഡ് സ്പൈസ് റൂട്ട്. അപ്പം സീയിലൂടെയുള്ളതാണെങ്കിൽ ത്രൂ സീ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സ്പൈസ് റൂട്ട്. ഇഫ് ഇറ്റ് ഈസ് ത്രൂ ലാൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സിൽക്ക് റൂട്ട്. These routes pass through different trade centers. The comparatively weak trade between the East and West got a fillip with the beginning of the Crusades, and the Italian traders were engaged in long-distance trade with the Eastern Roman Empire and Arabs. They had trade relations with Baghdad, Damascus, and Jerusalem. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് റൂട്ട്സ് വരാനുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. റാപ്പിഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്, കൺസ്ട്രക്ഷൻസ് ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, എഫക്റ്റീവ് സ്റ്റെപ്സ് to control thieves and robbers result in the strengthening of commercial contacts between East and West. പ്രൊഡക്ഷനിൽ നല്ലൊരു ഇൻക്രീസ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ റോഡ്സും ബ്രിഡ്ജസും ഉണ്ട്. അതേപോലെ തന്നെ ഫോർത്ത് പോയിന്റ് എന്താണ്? കൺട്രോൾ ഓഫ് തീവ്സ്. അവർക്ക് സെക്യൂർഡായിട്ട് അവർക്ക് പോയി വരാൻ പറ്റുമായിരുന്നു. സിറ്റീസ് ഓഫ് മെഡീവിയൽ വേൾഡ്. എന്താണ് സിറ്റീസ് ഓഫ് മെഡീവിയൽ വേൾഡിൻ്റെ പ്രത്യേകത? അതായത് എങ്ങനെയാണ് അത് ഫോം ചെയ്തത്, അതെങ്ങനെയാണ് സ്പ്രാങ് അപ്പ് ചെയ്തത്? ദ സിറ്റീസ് വിച്ച് ഡെവലപ്ഡ് അറൗണ്ട് ദ കാസ്റ്റൽസ് ഓഫ് നോബിൾസിൻ്റെ വലിയ ഹൈ സൊസൈറ്റിയിലെ ഹൈ പൊസിഷനുള്ള അവരുടെ കാസ്റ്റൽസ്, കൊട്ടാരങ്ങളുടെ സൈഡിലായിട്ട് അല്ലെങ്കിൽ അറൗണ്ട് ആയിട്ടാണ് സിറ്റീസ് ഫോം ചെയ്തത്. ദെൻ സിറ്റീസ് എമേർജ്ഡ് അറൗണ്ട് ചർച്ചസ് ആൻഡ് മൊണാസ്ട്രീസ്. ചേർച്ചസും മൊണാസ്ട്രീസിൻ്റെ അടുത്തിട്ട് മഠങ്ങളുടെ അടുത്താണ് പിന്നെ ഉണ്ടായത്. ആൻഡ് ദെൻ സിറ്റീസ് സ്പ്രാങ് അപ്പ് വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ്സ്. പിന്നെന്താണ്? എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റോട് കൂടിയിട്ടാണ് പിന്നെ നമുക്ക് സിറ്റീസ് ഉണ്ടായത് എന്ന് കാണാം. In the medieval period, the peasants brought their products to trade centers. The merchants and the craftsmen stayed in the trade centers and conducted long-distance trade. These trade centers eventually developed into cities. But the emergence of the different markets at various places of Europe made a coinage as necessity. മാർക്കറ്റ് ഉണ്ടാവുന്നതിനനുസരിച്ച് നമുക്ക് ബാർട്ടർ സിസ്റ്റം ഒന്നും കൈമാറ്റങ്ങളൊന്നും നടക്കാൻ പറ്റില്ല. അതിന് കോയിൻസ് തന്നെ വേണം, ഒരു വാല്യൂ വേണം. അപ്പോൾ കോയിനേജ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. ബൈ ദ 13th century, the Italian cities of the Florence and Venice began to mint their own coins. അവരുടേതായിട്ട് സ്വന്തം കോയിൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. Compared to other European regions, the Italian cities had favorable conditions such as the ports of Italian subcontinent and concessions provided by the Italian cities to their merchants. Thus, Italian cities of Genoa, Pisa, Venice, Florence, etc. merged as great commercial centers from 1050 to 1300 Common Era. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സിറ്റീസൊക്കെ മെയിനായിട്ട് റിവർ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് സിറ്റീസ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ആൻഡ് ദ മെഡീവിയൽ സിറ്റീസ് വേർ നോട്ട് സിമിലർ ഇൻ ദ മോഡേൺ സിറ്റീസ്. എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത് നോക്കാം മോഡേൺ സിറ്റീസിൻ്റെ. ദാറ്റ് ഈസ് ദേ വർ ജനറലി സ്മോൾ ഇൻ സൈസ്. The roads of these cities were narrow and unhygienic. വളരെ വൃത്തിഹീനമായ ഒരു റോഡ്സാണ് ഉണ്ടായിരുന്നത്. The buildings were
built of wood and they're hatched with hay, and the possibility of outbreak of a fire was very high in these cities, and also overcrowded. കൂടുതൽ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. Okay, the majority of the city dwellers were merchants and craftsmen and laborers. And the laborers of the cities were poorer and hence they depend on others for their livelihood. The cities depend on villages for food and fodder. അപ്പോൾ വില്ലേജിലും അവർക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ഫുഡും ഫോഡറും ഒക്കെ ആരായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്? വില്ലേജസ് എന്നാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഈസ്റ്റേൺ സിറ്റീസിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണെന്നുള്ളത് പഠിക്കാം. Baghdad, the capital city of Abbasid Empire, was an important center of trade and commerce during the medieval period. Medieval period, Baghdad, the capital city of Abbasid Empire, ആയിരുന്നു ട്രേഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സെൻറ്റർ, ട്രേഡ് ആൻഡ് കോമേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സെൻറ്റർ. ഈ മാർക്കറ്റിൽ നമുക്ക് റെയർ ആർട്ടിക്കിൾസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് കാണാമായിരുന്നു. റെയർ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ വിരളമായിട്ടുള്ളത്. അനദർ ഫേമസ് കൊമേഴ്ഷ്യൽ സെൻറ്റർ ഈസ് കോൺസ്റ്റാന്റിനോപ്പിൾ. That is the capital of the Eastern Roman Empire, and the commodities coming through Silk route and spice route were brought to Europe through these cities. കോൺസ്റ്റാന്റിനോപ്പിളും ബാഗ്ദാദും കൂടാതെ ബസാറ, ഏദൻ, മെക്ക, മസ്കറ്റ്, ഡമാസ്കസ്, സൂറത്ത് ഇതൊക്കെ വേറെയും സിറ്റീസാണ്. ആൻഡ് യു ക്യാൻ ലെറ്റ്സ് എക്സാമിൻ ദ സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ് of the people in these cities, so that we can discuss about the social and economic condition. Okay, all of you subscribe, comment and share Excel Academy Social Science, and stay home, stay safe. Thank you.